എല്ലാരും എന്നോട് പറയും നന്നായി കുക്ക് ചെയ്യാൻ, നന്നായി കുക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാലും നമുക്ക് കുക്ക് ചെയ്താലോ. അങ്ങനെ ഒട്ടും പ്രിപ്പയർ അല്ലാണ്ട് ചുമ്മാ ഒന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ കൊണ്ട് ഒരു വെള്ളം ഒഴിക്കാണ്ട് ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തോ അത് ഇത്രയും തക്കാളിയൊക്കെ എടുത്ത് കൂട്ടി വെച്ചേക്കുന്നത്. തക്കാളി എനിക്കൊരു വീക്ക്നെസ് ആണ്. 6 തക്കാളി എടുത്തിട്ടുണ്ട്, 3 വെളുത്തുള്ളി, 10 പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തം ഒരു ഉണ്ട മൊത്തം ഉണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില നന്നായിട്ട് എടുക്കാം. പിന്നെ ഡാർക്ക് സോസ് അത് ലാസ്റ്റാണ് വയ്ക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു 3 വർഷം മുന്നേ ഞാൻ വീഡിയോ എടുത്തിരുന്നു. പിന്നെ കുട്ടികളായി വീഡിയോ ഒക്കെ വിട്ടുപോയി. പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, അങ്ങനെ എടുക്കാണ്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കൂടി ഉള്ളി കട്ട് ചെയ്തു, ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ ഞാൻ എളുപ്പത്തിന് വേണ്ടി മിക്സിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ എണ്ണ വെച്ചിട്ട് എണ്ണയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇതാക്കിയത്. വെളിച്ചെണ്ണ അല്ലട്ടോ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാം. എണ്ണയിലേക്ക് ഈ ഉള്ളി എല്ലാം കൂടി അരിഞ്ഞു വെച്ചത് എല്ലാം കൂടി ചേർക്കാം. അങ്ങനെ നന്നായിട്ട് വാടണം കേട്ടോ, ഒരു റെഡ് കളറാവുന്നവരെ വാടണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാടിയതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായിട്ട് വഴണ്ട ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളെ മസാലപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അത്രയും സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നന്നായിട്ട് വഴണ്ടതിന് ശേഷം പിന്നെ തക്കാളി പിന്നെയാണ് അത് ഉള്ളി എടുത്തതിന് ശേഷം അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത്. എന്നിട്ട് തക്കാളിയും കൂടി അതിലേക്ക് ഇടുക. പൊടിയൊക്കെ മൂത്തതിന് ശേഷം കേട്ടോ, പൊടി നന്നായിട്ട് വഴണ്ടതിന് ശേഷം തക്കാളിയും കൂടി ഇടുക. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് തക്കാളിയും വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ കഴുകിയ ചിക്കൻ ഇടുക. ഇടയ്ക്കൂടെ ഞാൻ മിക്സിയൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ചു വെക്കുക. അടിച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങനെ തന്നെ അടിച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ 1/2 മണിക്കൂർ കഴിയുമ്പം നമ്മൾ അതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എണ്ണൻ്റെ കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. പിന്നെ എന്നിട്ട് അതിലേക്ക് നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ ഒരു 10 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അതിൽ കുറച്ച് വെള്ളം അങ്ങ് വെട്ടിയിട്ട് ഗ്രേവി കുറച്ചും കൂടി തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തക്കാളിൻ്റെ വെള്ളം കേട്ടോ, തക്കാളിൻ്റെ ഇറച്ചിയിലുള്ള വെള്ളമാണ്, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ. അങ്ങനെ പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ക്ലോസ് ആക്കി. ടേസ്റ്റ്, വാവ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സിമ്പിൾ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും